ചെങ്ങായിമാരെ കുറച്ച് ദിവസം ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പം ഇന്നൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. പൈനാപ്പിൾ അച്ചാർ ചെയ്യുന്നത്. പൈനാപ്പിൾ അച്ചാറിന് പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്ത്, പച്ചമുളക് ചതച്ചത്, വെള്ളുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ചെറിയൊരു കഷ്ണം കേര, 3 ടീസ്പൂണ് മുളക് പൊടി, ലേശം മഞ്ഞൾ, ഉപ്പ്, പിന്നെ സുർക്ക, പിന്നെ ലേശം പുളിവെള്ളവും. അപ്പോൾ നമ്മൾ സാധനം ഉണ്ടാക്കുന്ന മാതിരിയാണ്. എല്ലാത്തിനും വോയിസ് ഓവർ കൊടുക്കണമെന്നില്ല, കാരണം നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞതാണ്. അതേമാതിരി നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് വേപ്പിലൊക്കെ ഇടുക. എന്നിട്ട് അതിലേക്ക് ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇടുക. എന്നിട്ട് അതൊന്ന് വഴറ്റി വരുമ്പോൾ അതനുസരിച്ച് ഓരോന്നും ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വരിക. ഞങ്ങൾ കുറേശ്ശെ പൊടിയട്ടാ കാണാല്ലേ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ ഇത് ഉലുവപ്പൊടി, നമ്മൾ പൈനാപ്പിളും എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ സുറുക്കി ഒഴിക്കുക, കലക്കി വെച്ച പുളിവെള്ളം ഒഴിക്കുക, എന്നിട്ട് ലേശം ശർക്കര ഇടുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്യണം, കാരണം മസാല എല്ലാ ഭാഗത്തും പിടിക്കണം. വെള്ളം ഒഴിച്ചപ്പോൾ പുളിവെള്ളവും സുർക്കയും കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഉമ്മ ചോദിച്ചു എന്തത് വെള്ളം പോലെയാണ്. അപ്പോൾ കുറച്ച് നേരം തിളപ്പിക്കാൻ വെച്ചിട്ട് ഒരു ലാസ്റ്റിന് തിളച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ, ആ വെള്ളം സുർക്കും കയ്യിൽ പിടിച്ചിട്ട് കിണ്ണം കാച്ചി സാധനമായിരിക്കണം കേട്ടോ. അപ്പോൾ വെള്ളം കൂടിയാൽ നിങ്ങൾ പേടിക്കേണ്ട, ഒരു 5-6 മിനിറ്റ് തിളപ്പിക്കാൻ വെച്ചാൽ മതി, ഒരു രക്ഷയും ഉണ്ടാവില്ല. പൊന്നും മോനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കിടിലൻ സാധനം. എല്ലാവരും വീട്ടിൽ പോയി ട്രൈ ഔട്ട് ചെയ്യേ.